എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഓപ്ഷൻ സി ലാൽ ബഹദൂർ ശാസ്ത്രി. ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ഓപ്ഷൻ ഡി റാൻ ഓഫ് കച്ച്. റാൻ ഓഫ് കച്ച് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആര്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാണ്? ഓപ്ഷൻ എ ആനി ബസന്റ്. ആനി ബസന്റ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ്. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് വകുപ്പിൻ്റെ ആസ്ഥാനം എവിടെ? കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് വകുപ്പിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ബി ആലപ്പുഴ. ആലപ്പുഴയിലാണ് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് വകുപ്പിൻ്റെ ആസ്ഥാനം. പരമ്പരാഗത കൃഷിരീതികളെയും വിത്തിനങ്ങളെയും സംരക്ഷിക്കാനായി നവധാന്യ എന്ന പ്രസ്ഥാനം രൂപീകരിച്ച പരിസ്ഥിതി പ്രവർത്തക ആര്? പരമ്പരാഗത കൃഷിരീതികളെയും വിത്തിനങ്ങളെയും സംരക്ഷിക്കാനായി നവധാന്യ എന്ന പ്രസ്ഥാനം രൂപീകരിച്ച പരിസ്ഥിതി പ്രവർത്തക ആരാണ്? ഓപ്ഷൻ സി വന്ദന ശിവ. വന്ദന ശിവയാണ് പരമ്പരാഗത കൃഷിരീതികളെയും വിത്തിനങ്ങളെയും സംരക്ഷിക്കാനായി നവധാന്യ എന്ന പ്രസ്ഥാനം രൂപീകരിച്ച പരിസ്ഥിതി പ്രവർത്തക. പൂർണ്ണമായും മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകം? പൂർണ്ണമായും മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകം? ഓപ്ഷൻ ഡി സംക്ഷേപ വേദാർത്ഥം. സംക്ഷേപ വേദാർത്ഥമാണ് പൂർണ്ണമായും മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകം. പരിസ്ഥിതി സൗഹാർദ്ദപരമായ വാഹനങ്ങളുടെ നിർമ്മാണത്തിനും വിപണനത്തിനും പ്രോത്സാഹിപ്പിക്കുന്നതിന് 2015 ഏപ്രിൽ 1 കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ച പരിപാടി? പരിസ്ഥിതി സൗഹാർദ്ദപരമായ വാഹനങ്ങളുടെ നിർമ്മാണവും വിപണനവും പ്രോത്സാഹിപ്പിക്കുന്നതിന് 2015 ഏപ്രിൽ 1 കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ച പരിപാടി? ഓപ്ഷൻ ബി ഫെയിം ഇന്ത്യ. പരിസ്ഥിതി സൗഹാർദ്ദപരമായ വാഹനങ്ങളുടെ നിർമ്മാണവും വിപണനവും പ്രോത്സാഹിപ്പിക്കുന്നതിന് 2015 ഏപ്രിൽ 1 കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ച പരിപാടിയാണ് ഫെയിം ഇന്ത്യ. കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്ന വർഷം? കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ ബി 2012 നവംബർ 1. 2012 നവംബർ 1 കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്നത്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ഡി കണ്ണൂർ. കണ്ണൂരിലാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം. അലഹബാദ് മുതൽ ഹാൽഡിയ വരെയുള്ള ദേശീയ ജലപാത 1 ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? അലഹബാദ് മുതൽ ഹാൽഡിയ വരെയുള്ള ദേശീയ ജലപാത 1 ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ എ ഗംഗ. അലഹബാദ് മുതൽ ഹാൽഡിയ വരെയുള്ള ദേശീയ ജലപാത 1 ഗംഗ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പമ്പ നദി ഒഴുകിച്ചേരുന്നത് എവിടെയാണ്? പമ്പ നദി ഒഴുകിച്ചേരുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി വേമ്പനാട്ടു കായൽ. പമ്പ നദി ഒഴുകിച്ചേരുന്നത് വേമ്പനാട്ട് കായലിലാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമായ കടൽ ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമായ കടൽ ഏത്? ഓപ്ഷൻ എ അറബിക്കടൽ. അറബിക്കടലാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമായ കടൽ. നിറമില്ലാത്ത ഒരു സംയുക്തമാണ്? നിറം ഇല്ലാത്ത ഒരു സംയുക്തമാണ്? ഓപ്ഷൻ എ സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് നിറമില്ലാത്തൊരു സംയുക്തം. ഓർണിത്തോളജി എന്ന ജീവശാസ്ത്ര ശാഖ
എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? ഓർണിത്തോളജി എന്ന ജീവശാസ്ത്ര ശാഖ എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? ഓപ്ഷൻ ഡി പക്ഷി. ഓർണിത്തോളജി എന്ന ജീവശാസ്ത്ര ശാഖ പക്ഷിയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. ഓപ്ഷൻ ഡി അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡാണ് വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. റേഡിയോ ആക്റ്റീവായ ഹൈഡ്രജൻ ഐസോട്ടോപ്പ് ഏതാണ്? റേഡിയോ ആക്റ്റീവായ ഹൈഡ്രജൻ ഐസോട്ടോപ്പ് ഏതാണ്? ഓപ്ഷൻ സി ട്രിഷ്യം. ട്രിഷ്യമാണ് റേഡിയോ ആക്റ്റീവായ ഹൈഡ്രജൻ ഐസോട്ടോപ്പ്. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ കേൾവി സൗഹൃദ സംസ്ഥാനം ഏതാണ്? രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ കേൾവി സൗഹൃദ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി കേരളം. കേരളമാണ് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ കേൾവി സൗഹൃദ സംസ്ഥാനം. കേരളത്തിലെ ആദ്യത്തെ വ്യവസായ മന്ത്രി ആരാണ്? കേരളത്തിലെ ആദ്യത്തെ വ്യവസായ മന്ത്രി ആരാണ്? ഓപ്ഷൻ ബി കെ പി ഗോപാലൻ. കെ പി ഗോപാലനാണ് കേരളത്തിലെ ആദ്യത്തെ വ്യവസായ മന്ത്രി. കേരഫെഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കേരഫെഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ എ തിരുവനന്തപുരം. കേരഫെഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. 1921 ഏപ്രിൽ മാസത്തിൽ അഖില കേരള കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം. 1921 ഏപ്രിൽ മാസത്തിൽ അഖില കേരള കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം. ഓപ്ഷൻ ബി ഒറ്റപ്പാലം. 1921 ഏപ്രിൽ മാസത്തിൽ അഖില കേരള കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഒറ്റപ്പാലം. ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി വിധിച്ചത് ഏത് കേസിലാണ്? ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി വിധിച്ചത് ഏത് കേസിലാണ്? ഓപ്ഷൻ ബി കേശവാനന്ദ ഭാരതി കേസ്. കേശവാനന്ദ ഭാരതി കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി വിധിച്ചത്. നിളയുടെ കവി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? നിളയുടെ കവി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ഓപ്ഷൻ ബി പി കുഞ്ഞിരാമൻ നായർ. പി കുഞ്ഞിരാമൻ നായരാണ് നിളയുടെ കവി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ. കേരളത്തിലെ ഏറ്റവും വിസ്തൃതി കൂടിയ വനം ഡിവിഷൻ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വിസ്തൃതി കൂടിയ വനം ഡിവിഷൻ ഏതാണ്? ഓപ്ഷൻ ബി റാന്നി. റാന്നിയാണ് കേരളത്തിലെ ഏറ്റവും വിസ്തൃതി കൂടിയ വനം ഡിവിഷൻ. വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നത് എന്താണ്? വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ഹിമാലയം. ഹിമാലയമാണ് വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിച്ചത്. ശുചീന്ദ്രം കൈമുക്ക് എന്ന കുറ്റവിചാരണ രീതി നിർത്തലാക്കിയ ഭരണാധികാരി. ശുചീന്ദ്രം കൈമുക്ക് എന്ന കുറ്റവിചാരണ രീതി നിർത്തലാക്കിയ ഭരണാധികാരി. ഓപ്ഷൻ ബി സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളാണ് ശുചീന്ദ്രം കൈമുക്ക് എന്ന കുറ്റവിചാരണ രീതി നിർത്തലാക്കിയ ഭരണാധികാരി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് ഷഹീദ് സ്വരാജ് ദ്വീപുകളെന്ന് നാമകരണം ചെയ്തത് ആര്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് ഷഹീദ് സ്വരാജ് ദ്വീപുകളെന്ന് നാമകരണം ചെയ്തത് ആര്? ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് ഷഹീദ് സ്വരാജ് ദ്വീപുകളെന്ന് നാമകരണം ചെയ്തത്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരം. ഓപ്ഷൻ ഡി ഭാരതരത്നം. ഭാരതരത്നമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരം. ആർദ്രത വർദ്ധിക്കുമ്പോൾ മർദ്ദം കുറയുന്നതിനുള്ള കാരണം എന്ത്?
ആർദ്രത വർദ്ധിക്കുമ്പോൾ മർദ്ദം കുറയുന്നതിനുള്ള കാരണം എന്ത്? ഓപ്ഷൻ സി, നീരാവിക്ക് വായുവിനേക്കാൾ ഭാരം കുറവാണ്. നീരാവിക്ക് വായുവിനേക്കാൾ ഭാരം കുറവായത് മൂലമാണ് ആർദ്രത വർദ്ധിക്കുമ്പോൾ മർദ്ദം കുറയുന്നതിനുള്ള കാരണം. ദീനബന്ധു എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ദീനബന്ധു എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഓപ്ഷൻ സി, CF ആൻഡ്രൂസ്. CF ആൻഡ്രൂസ് ആണ് ദീനബന്ധു എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി. പോർച്ചുഗീസ് അധീനതയിൽ നിന്നും ഗോവയെ വിമോചിപ്പിച്ച വർഷം. പോർച്ചുഗീസ് അധീനതയിൽ നിന്നും ഗോവയെ വിമോചിപ്പിച്ച വർഷം. ഓപ്ഷൻ എ, 1961. 1961 പോർച്ചുഗീസ് അധീനതയിൽ നിന്നും ഗോവയെ വിമോചിപ്പിച്ചത്. സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്ഥലം. സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്ഥലം. ഓപ്ഷൻ ഡി, ബംഗളൂരു. ബംഗളൂരു ആണ് സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്ഥലം. പഹാരി ഭാഷ ഏത് സംസ്ഥാനത്താണ് സംസാരിക്കുന്നത്? പഹാരി ഭാഷ ഏത് സംസ്ഥാനത്താണ് സംസാരിക്കുന്നത്? ഓപ്ഷൻ ബി, ഹിമാചൽ പ്രദേശ്. പഹാരി ഭാഷ സംസാരിക്കുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏത്? ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? ഓപ്ഷൻ സി, വടക്കുംനാഥ ക്ഷേത്രം. വടക്കുംനാഥ ക്ഷേത്രമാണ് ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ക്ഷേത്രം. ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവത്കരിക്കപ്പെട്ട ഷിയോനാഥ് പുഴ ഏത് സംസ്ഥാനത്തെയാണ്? ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവത്കരിക്കപ്പെട്ട ഷിയോനാഥ് പുഴ ഏത് സംസ്ഥാനത്തെയാണ്? ഓപ്ഷൻ എ, ഛത്തീസ്ഗഡ്. ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിക്കപ്പെട്ട ഷിയോനാഥ് പുഴ ഛത്തീസ്ഗഡ് സംസ്ഥാനത്തെയാണ്. കേരളത്തിൽ സർക്കസ് കലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? കേരളത്തിൽ സർക്കസ് കലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ, കീലേരി കുഞ്ഞിക്കണ്ണൻ. കീലേരി കുഞ്ഞിക്കണ്ണനാണ് കേരളത്തിൽ സർക്കസ് കലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. പ്രാചീന കാലത്ത് ബലിത എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം. പ്രാചീന കാലത്ത് ബലിത എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം. ഓപ്ഷൻ ബി, വർക്കല. വർക്കലയാണ് പ്രാചീന കാലത്ത് ബലിത എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം. ചൂടാകുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം. ചൂടാകുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം. ഓപ്ഷൻ ബി, ജീവകം സി. ജീവകം സി ആണ് ചൂടാകുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം. സോഡാജലത്തിൻ്റെ നിർമ്മാണത്തിന് ഫാക്ടറികളിൽ ഉപയോഗിക്കുന്നത്. സോഡാജലത്തിൻ്റെ നിർമ്മാണത്തിന് ഫാക്ടറികളിൽ ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ എ, കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് സോഡാജലത്തിൻ്റെ നിർമ്മാണത്തിന് ഫാക്ടറികളിൽ ഉപയോഗിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ ഡി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിൻ്റെ പിതാവ്. ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിൻ്റെ പിതാവ്. ഓപ്ഷൻ എ, അലക്സാണ്ടർ കണ്ണിങ്ഹാം. അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണ് ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. കേരളത്തിൽ 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന വെള്ളപ്പൊക്കമുണ്ടായ വർഷമേത്? കേരളത്തിൽ 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന വെള്ളപ്പൊക്കമുണ്ടായ വർഷം ഏതാണ്? ഓപ്ഷൻ സി, 1924. കേരളത്തിൽ 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന വെള്ളപ്പൊക്കമുണ്ടായ വർഷം 1924 വായനാ ദിനമായി ആചരിക്കുന്നത്. വായനാ ദിനമായി ആചരിക്കുന്നത്. ഓപ്ഷൻ എ, PN പണിക്കരുടെ ചരമദിനം. PN പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്.
1947 മുമ്പ് ഇന്ത്യൻ ദേശീയ പതാകയിലെ ചിഹ്നം ഏതായിരുന്നു? 1947 മുമ്പ് ഇന്ത്യൻ ദേശീയ പതാകയിലെ ചിഹ്നം ഏതായിരുന്നു? ഓപ്ഷൻ ബി ചർക്ക. 1947 മുമ്പ് ഇന്ത്യൻ ദേശീയ പതാകയിലെ ചിഹ്നം ചർക്കയായിരുന്നു. ലിങ്കൺ ഓഫ് കേരള എന്നറിയപ്പെടുന്നത് ആരാണ്? ലിങ്കൺ ഓഫ് കേരള എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പനാണ് ലിങ്കൺ ഓഫ് കേരള എന്നറിയപ്പെടുന്നത്. പ്രഥമ ഉദ്യമത്തിൽ തന്നെ ചൊവ്വാ ദൗത്യം വിജയിപ്പിച്ച ലോകത്തിലെ ആദ്യ രാജ്യം. പ്രഥമ ഉദ്യമത്തിൽ തന്നെ ചൊവ്വാ ദൗത്യം വിജയിപ്പിച്ച ലോകത്തിലെ ആദ്യ രാജ്യം. ഓപ്ഷൻ എ ഇന്ത്യ. ഇന്ത്യയാണ് പ്രഥമ ഉദ്യമത്തിൽ തന്നെ ചൊവ്വാ ദൗത്യം വിജയിപ്പിച്ച ലോകത്തിലെ ആദ്യ രാജ്യം. ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആര്? ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആരാണ്? ഓപ്ഷൻ എ വി വി ഗിരി. വി വി ഗിരിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ്. സോളാർ പാനലിൽ സെല്ലുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം. സോളാർ പാനലിൽ സെല്ലുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം. ഓപ്ഷൻ ഡി വെള്ളി. വെള്ളിയാണ് സോളാർ പാനലിൽ സെല്ലുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം. തെരഞ്ഞെടുപ്പ് കേസുകളിൽ അന്തിമവിധി പ്രഖ്യാപിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കേസുകളിൽ അന്തിമവിധി പ്രഖ്യാപിക്കുന്നത്. ഓപ്ഷൻ ഡി സുപ്രീം കോടതി. സുപ്രീം കോടതിയാണ് തെരഞ്ഞെടുപ്പ് കേസുകളിൽ അന്തിമവിധി പ്രഖ്യാപിക്കുന്നത്. ഒരാൾ ഇന്ത്യൻ പ്രസിഡന്റായി അധികാരമേൽക്കുമ്പോൾ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആര്? ഒരാൾ ഇന്ത്യൻ പ്രസിഡന്റായി അധികാരമേൽക്കുമ്പോൾ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? ഓപ്ഷൻ ബി ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ്. ഒരാൾ ഇന്ത്യൻ പ്രസിഡന്റായി അധികാരമേൽക്കുമ്പോൾ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആണ്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.